ഹലോ ഗൈസ്, നന്ദൂസ് ഫാക്ട്സ് എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിനെ കുറിച്ചാണ്, സബ് കോൺഷ്യസ് മൈൻഡ്. സോ ഗൈസ്, മെഡിറ്റേഷൻ്റെ ലോകത്ത് സബ് കോൺഷ്യസ് മൈൻഡിന് വളരെ ഉയർന്ന സ്ഥാനമാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അത്രയ്ക്ക് യൂസ്ഫുള്ളാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ്. സോ ഗൈസ്, സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ട് ഈ വീഡിയോയിലുള്ള സ്കിപ്പ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചുള്ള എല്ലാ അറിവും കിട്ടത്തില്ല. ഓക്കെ ഗൈസ്, ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് വേണം നേടാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറയാൻ പോവുകയാണ്. സോ ആ ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് ഓൾറെഡി കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ്. സോ ഗൈസ്, കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. സോ ഗൈസ്, നമുക്കാദ്യം അറിയാം ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം. സോ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് മുമ്പ് ഈ മൈൻഡ് എന്താണെന്ന് നമുക്കറിയാം. സോ ഈ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, 10% കോൺഷ്യസും 90% സബ് കോൺഷ്യസുമാണ്. സോ ഗൈസ്, നിങ്ങൾ കാണുന്നതെല്ലാം ജസ്റ്റ് 10% മാത്രമാണ് സബ് കോൺഷ്യസ് അല്ല കോൺഷ്യസ് മൈൻഡിൻ്റെ. പിന്നെ ബാക്കി 90% സബ് കോൺഷ്യസ് ആണ്. സോ നിങ്ങൾ ഈ പടത്തിൽ കാണുന്ന പോലെ ഒരു ഐസ്ബർഗിനെ പോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. സോ ജസ്റ്റ് 10% മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെക്കുറിച്ച് അറിയാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അവെയർ ആയിട്ടുള്ളൂ. ബാക്കി 90% അങ്ങ് അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ആണ്. സോ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് വെച്ച് നിങ്ങൾക്ക് എന്തും കിട്ടും. അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇച്ചിരെങ്കിലും മാത്സ് അറിയാമെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും 10%-നേക്കാളും കൂടുതലാണ് 90%. സോ കോൺഷ്യസ് മൈൻഡിനേക്കാളും 9 ടൈംസ് മോർ പവർഫുള്ളാണ് നിങ്ങളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ്. സോ നിങ്ങൾ എന്താണ് ഈ കോൺഷ്യസ് മൈൻഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന അതിനേക്കാളും 9 ഇരട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പിന്നെ നിങ്ങൾക്കറിയാം ഈ വീഡിയോയിൽ എന്താണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. സോ ഇതാണ് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സറൗണ്ടിങ്ങിലും ഒക്കെ നിങ്ങൾക്ക് എന്താണ് നടക്കുന്നതെന്ന് അറിയാമോ? കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും ഈ വീഡിയോയിൽ അങ്ങ് ഡിസോൾവ് ആയിരിക്കുകയാണ്. സോ ഗൈസ്, ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഈ വീഡിയോയിൽ ഡിസോൾവ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് സറൗണ്ടിങ്ങിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തത്. സോ ഗൈസ്, നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് അറിയാം. സോ ഗൈസ്, സബ് കോൺഷ്യസ് മൈൻഡ് ഫേക്കാണെന്നാണ് കുറേ പേര് വിചാരിക്കുന്നത്. സോ ഗൈസ്, കുറേ പേര് എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിനെ വെച്ച് ഒത്തിരി പേര് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ പല സയൻറ്റിസ്റ്റുകൾ പല റിസർച്ചൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായി സബ് കോൺഷ്യസ് മൈൻഡ് പവർഫുൾ ആണ്. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് എക്സസ് ചെയ്യുന്നുണ്ട്. സോ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, കുറേ ബ്ലോഗ്സ് ഉണ്ട്. നിങ്ങളൊന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി സബ് കോൺഷ്യസ് മൈൻഡ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആയിരക്കണക്കല്ല, ലക്ഷക്കണക്കല്ല, കോടിക്കണക്ക് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. പിന്നെ ആയിരക്കണക്ക് പുസ്തകങ്ങളും ഉണ്ട്, പിന്നെ ലക്ഷക്കണക്ക് വീഡിയോസും ഉണ്ട്. സോ ഇത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. പിന്നെ മെജോറിറ്റി ഓഫ് ആൾക്കാർ പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ലെന്നാണ്. സോ ഗൈസ്, ഞാൻ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടെന്നൊരു എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് പറയാം. സോ ഗൈസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ ആദ്യ തവണ ബൈസൈക്കിളോ അതുപോലത്തെ എന്തെങ്കിലും നിങ്ങൾ കാറായിക്കോട്ടെ അതുപോലത്തെ എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ റൈഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ ആദ്യം സൈക്കിൾ ട്രൈ ചെയ്യുമ്പോൾ ആദ്യം കുറേ ഫ്ലോസോ അതുപോലത്തെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഒത്തിരി കോൺഷ്യസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒത്തിരി ആനലൈസ് ചെയ്യണം, അതുപോലത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഈസി ആയിട്ട് ആലോചിക്കാം, നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും ആവശ്യമില്ല, നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി അങ്ങ് ആക്ഷൻ എടുക്കുകയാണ്. ഇതെങ്ങനെ നടക്കും എന്ന് ഞാൻ നിങ്ങളുടെ ചോദിക്കുകയാണ്. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി. സോ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇത് ഒരു ശക്തി മാത്രമാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ബോഡിയിലെ ബ്ലഡ് എങ്ങനെയാണ് ഇങ്ങനെ പമ്പായിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയുടെ ടെമ്പറേച്ചർ എങ്ങനെയാണ് ഇത്രയ്ക്ക് കറക്റ്റ് ടെമ്പറേച്ചർ ആയിരിക്കുന്നത്? നിങ്ങൾ തന്നെ പറയൂ. ഇതിൻ്റെ പുറകിലും സബ് കോൺഷ്യസ് മൈൻഡാണ്. സോ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എത്ര പവർഫുള്ളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ? പക്ഷേ നിങ്ങളിൽ കുറച്ച് പേര് പറയുമായിരിക്കും നമ്മുടെ ബോഡിയിലൊരു സിസ്റ്റം ഉണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ ടെമ്പറേച്ചർ ഇങ്ങനെ ആയിരിക്കുന്നതും പിന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതും പിന്നെ ശ്വാസമൊക്കെ വർക്കാവുന്നതാണ്. പക്ഷേ ഇത്രയ്ക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ശരിയാവുന്നതെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയ്ക്ക് കറക്റ്റ് എമൗണ്ടിലാണ് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ആവുന്നത്, ഇത്രയും കറക്റ്റ് ടെമ്പറേച്ചറാണ് നിങ്ങൾക്ക്. ഇത് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും സബ് കോൺഷ്യസ് മൈൻഡ് എക്സസ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ നിങ്ങൾക്കറിയാമോ, ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനേക്കാളും 9 ടൈംസ് മോർ പവർഫുൾ ആണെന്ന്. 9% അല്ലേ, 9 ടൈംസ്. അത് ഞാൻ കുറച്ച് മുമ്പേ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്.
സോ ഗൈസ് ഈ 9 ടൈംസ് മോർ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 9 ടൈംസ് മോർ അച്ചീവും ചെയ്യാൻ പറ്റും. സോ ഗൈസ് നമുക്കറിയാം ഈ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന്, അല്ലെങ്കിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് എങ്ങനെയാണ് വർക്ക്. സോ ഗൈസ് ഇപ്പോൾ നമുക്ക് വരാം എങ്ങനെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന്. സോ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് തന്നെ പ്രോഗ്രാംസിൻ്റെ പുറത്താണ്. ഞാൻ കോഡിംഗ് പ്രോഗ്രാംസിനെ കുറിച്ചൊന്നല്ല പറയുന്നത്, നമ്മുടെ ബ്രെയിനിൽ എൻ്റർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസിനെ കുറിച്ചാണ്. സോ ഗൈസ് നമ്മുടെ ബ്രെയിനിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അങ്ങ് പവർഫുള്ളാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങ് ആ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. മറ്റേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഒരിക്കലും അങ്ങ് വിട്ടുപോകാത്ത ചില ഗമ്മുണ്ടെന്ന്, ഫെവിക്വിക്കുന്ന അതുപോലത്തെ പല ഗമ്മും, അത് വെച്ച് ഒട്ടിച്ച പോലെ അങ്ങ് ഒട്ടിയിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ ആ പ്രോഗ്രാംസ്. സോ ഗൈസ് ഈ പ്രോഗ്രാംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കോൺഷ്യസ് പോലും അല്ലാതെയാണ് ആ പ്രോഗ്രാംസ് നമ്മുടെ മനസ്സിലങ്ങ് വന്നത്. സോ ഗൈസ് നമുക്ക് ഈ പ്രോഗ്രാംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്താലേ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. സോ ഗൈസ് ഒരു നല്ല പ്രോഗ്രാം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായാൽ നിങ്ങൾ തന്നെ ഒരു സക്സസ്ഫുൾ വ്യക്തിയാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നു. അത് നിങ്ങൾ കുട്ടിക്കാലത്ത് മുതൽ എന്നും ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങളുടെ പല്ല് നന്നായിരിക്കുന്നു. അതുപോലെ തന്നെ കുറേ പ്രോഗ്രാംസ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. സോ ഇത്രയ്ക്ക് കണക്ക് പ്രോഗ്രാംസൊക്കെ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ നമുക്കിപ്പോൾ അറിയാം. സോ ഗൈസ് നിങ്ങളുടെ റിയാലിറ്റി ഷേപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടർ നിങ്ങളുടെ മനസ്സാണ്. അതുകൊണ്ട് ഈ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ മെത്തേഡാണ് ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. സോ ഗൈസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുന്നതിന് പുറത്ത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാൻ ഒരുങ്ങുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ചെയ്യണോ ചെയ്യേണ്ടതെന്ന് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ് നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അത് പ്രോഗ്രാംസിൻ്റെ പുറത്താണ് വർക്ക് ആവുന്നത്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ നല്ല പല്ലായി അല്ലെങ്കിൽ നല്ല ഹെൽത്തി പല്ലായി. സോ ഗൈസ് ഇതുപോലെ തന്നെ റെപ്പറ്റീഷനിലൂടെയാണ് നിങ്ങളുടെ പ്രോഗ്രാംസ് എൻ്റർ ആവുന്നത്. സോ ഗൈസ് നിങ്ങൾ ഒരു കാര്യം എത്ര കൂടുതൽ തവണ ചെയ്യുന്നോ അത് നിങ്ങളുടെ മനസ്സിൽ അത്രയ്ക്ക് അങ്ങ് പതിഞ്ഞിരിക്കും. സോ ഗൈസ് ഈ മൈൻഡ് പ്രോഗ്രാം അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി വലിയൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് അതിൻ്റെ പുറത്തൊരു സെപ്പറേറ്റ് വീഡിയോ ആവശ്യമാണ്. സോ ഗൈസ് ഇതിൻ്റെ പുറത്തൊരു സെപ്പറേറ്റ് വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനലാണ്. ഓക്കെ ഗൈസ്. സോ ഗൈസ് നമുക്കിപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിന് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറിനെ കുറിച്ച് അറിയാം. സോ ഗൈസ് നിങ്ങളുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതാണ് തോട്ട്സ്. സോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് എന്ന് പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് തോട്ട്സ് എന്ന് പറഞ്ഞാൽ അതൊരു ചിന്തയല്ല, അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിനൊരു എഫക്റ്റും ഇല്ല, സബ് കോൺഷ്യസ് മൈൻഡൊന്നും ഒരു ഡിഫിക്കൽട്ടും ഇല്ലെന്നായിരിക്കും നിങ്ങളുടെ വിചാരം. പക്ഷേ അതല്ല. നിങ്ങളുടെ ഓരോരോ തോട്ട് അല്ലെങ്കിൽ ഓരോരോ ചിന്ത നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒത്തിരി ഡീപ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ഷൻസിനെ പോലെ ഒത്തിരി ഡീപ്ലി എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഈ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ അഭ്യസിക്കുക. മെഡിറ്റേഷനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ പോയും അത് കാണാവുന്നതാണ്. ഓക്കെ ഗൈസ് നിങ്ങൾക്ക് ഈ കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. സോ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് ഈ വീഡിയോ ഇപ്പോഴത്തേക്ക് വേണ്ടി അങ്ങ് കൺക്ലൂഡ് ചെയ്യാം. സോ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനൽ നന്ദു ഫാക്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ ഗൈസ് അതിനുമുമ്പ് നിങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ വേണോ വേണ്ടേ എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ ഗൈസ് പിന്നെ ഈ വീഡിയോനെ കുറിച്ച് വേറെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ മെഡിറ്റേഷനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ ഉറപ്പായിട്ടും കാണുക. കാരണം അത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ ഗൈസ് ബൈ. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.